ദൈവം തൻ്റെ പുത്രനും നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പ്രവാചകന്മാർ മുഖാന്തരം അരുളിച്ചേരുന്ന പോലെ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നമ്മിലൊരുവനെ പോലെ വരുവാനിടയായി. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഒരു വേദഭാഗം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മതി. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് തൻ്റെ ഐഹിക ജീവിതകാലത്ത് പ്രബലമായ 7 ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ ആയിരുന്നപ്പോൾ 7 വാക്കുകൾ, കേവലം വാക്കുകളല്ല, 7 പ്രസക്തമായ പ്രസ്താവനകൾ യേശു പറയുകയുണ്ടായി. യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം യേശു 7 ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. അതിൽ ആദ്യത്തെ 2 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ശ്രദ്ധിച്ചത്. ഒന്ന്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത്? ആരെ തിരയുന്നു? കർത്താവ് യേശു ക്രിസ്തു തിരുവെഴുത്തിൻ പ്രകാരം ഈ ലോകത്തിൽ വന്നു. സ്വന്തം ജനമായ ഇസ്രായേൽ യേശുവിനെ തള്ളിക്കളഞ്ഞു, തള്ളിപ്പറഞ്ഞു. പീലാത്തോസ് എന്ന ഭരണാധികാരി യേശുവിനെ മരണത്തിന് വിധിച്ചു. പീലാത്തോസ് യേശുവിൻ്റെ മരണത്തിന് വിധിക്കുമ്പോൾ പീലാത്തോസിന് കാര്യം പീലാത്തോസിന് അറിയാമായിരുന്നു, അത് പ്രഖ്യാപിക്കുകയുണ്ടായി: ഈ മനുഷ്യനിൽ ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല. പീലാത്തോസ് വിധിക്കുന്നതിന് മുൻപ് താൻ ഇങ്ങനെ പറഞ്ഞു, താൻ വെള്ളമെടുത്ത് കൈ കഴുകിയിട്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. യഹൂദന്മാർ ഒന്നടങ്കം ആർത്ത് വിളിച്ചു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. ലോകത്തിൻ്റെ ചരിത്രം, വേൾഡ് ഹിസ്റ്ററി പരിശോധിക്കുന്ന, ലോകചരിത്രം പരിശോധിക്കുന്ന ഏതൊരു മനുഷ്യനും നിശ്ചയമായും അറിയാവുന്നൊരു കാര്യം, യഹൂദ ജാതിയെപ്പോലെ ഈ ഭൂമിയിൽ പീഡിപ്പിക്കപ്പെട്ട ഒരു ജനവിഭാഗം വേറെയില്ല. യഹൂദ ജനം ഒരു നഷ്ടങ്ങളുടെ ഘോഷയാത്രയാണ് യഹൂദജനങ്ങൾക്കുള്ളത്. അവർക്ക് രാജാവ് നഷ്ടപ്പെട്ടു, രാജ്യം നഷ്ടപ്പെട്ടു, ദേവാലയം നഷ്ടപ്പെട്ടു. അവർ ദൈവം തങ്ങളുടെ രാജാവായിരിക്കുന്ന അവർക്ക് ഇഷ്ടമല്ലാതായി. അവർ പറഞ്ഞു, ജാതികൾക്കുള്ളത് പോലെ ഞങ്ങൾക്കൊരു രാജാവിനെ വേണം. ദൈവം പറഞ്ഞു, ശമൂവേലിനോട് പറഞ്ഞു, നീ അവരുടെ ഇഷ്ടം പോലെ അവർക്ക് താല്പര്യമുള്ള രാജാവിനെ വാഴിച്ചു കൊടുക്കുക. ഞാൻ രാജാവായിരിക്കുന്നത് അവർക്കിഷ്ടമല്ല. അത്യുന്നതനായ ദൈവം തന്നെ അവർ രാജാവായിരിക്കണം ദൈവം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവർ പിതാവായ ദൈവത്തെ ആ സ്ഥാനത്ത് തള്ളിക്കളഞ്ഞു. പുത്രനായ യേശു ക്രിസ്തുവിനെ അവർ തള്ളിക്കളഞ്ഞു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവർ തള്ളിക്കളഞ്ഞു. അപ്പോസ്തലർ 7-ാം അധ്യായത്തിൽ സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നല്ലോ: നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ തന്നെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് എതിർത്ത് നിൽക്കുന്നു, മറുത്ത് നിൽക്കുന്നു. അപ്പം ഇസ്രായേൽ ജനം പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും തള്ളിക്കളഞ്ഞവരാണ്. അതുകൊണ്ട് അവർക്ക് രാജാവ് നഷ്ടപ്പെട്ടു, രാജ്യം നഷ്ടപ്പെട്ടു, ദേവാലയം നഷ്ടപ്പെട്ടു. ഏകദേശം 1800 വർഷത്തോളം അവർ ഈ ഭൂമിയിൽ അലഞ്ഞ് നടക്കാനിടയായി. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ പകുതിയിൽ എഴുതിയിരിക്കുന്ന പോലെ അവിടെ മോശെ മുഖാന്തരം ദൈവം ഇങ്ങനെ ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചിരുന്നു: ഈ ന്യായപ്രമാണം അനുസരിച്ചില്ലെങ്കിൽ നിങ്ങളെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചിതറിക്കും.
ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ആനി ഫ്രാങ്ക് എന്ന് പറയുന്ന ഒരു യഹൂദ പെൺകുട്ടിയുടെ ഓട്ടോഗ്രാഫ് വായിക്കാനിടയായി. ആ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ പകുതിയിൽ എഴുതിയിരിക്കുന്നത് അത് അങ്ങനെ തന്നെ ആ പെങ്കൊച്ച് അതിൽ വിശദീകരിച്ചിരിക്കുന്നു. അവൾ പറയുന്നു, രാത്രിയായാൽ എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതിയായിരുന്നു എന്ന് ഞങ്ങൾ ആഗ്രഹിക്കും. നേരം വെളുത്തു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും രാത്രിയായാൽ മതിയായിരുന്നു ആഗ്രഹിക്കും. ഇലയാണെന്ന ശബ്ദത്തിൽ ഞങ്ങൾ ഭയപ്പെട്ടു പോയി. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഇസ്രായേൽ ജനം ഒന്നടങ്കം യേശുവിനെ തള്ളി പറഞ്ഞു. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുവിൻ്റെ രക്തം അവരുടെ മേലും അവരുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് ഇത്രമാത്രം ദുരന്തം അനുഭവിക്കേണ്ടി വന്നുവെങ്കിൽ നാം കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രക്തവുമായി സമീപിക്കുമ്പോൾ നാം എത്രത്തോളം നമ്മെ തന്നെ ശോധന ചെയ്യേണ്ടവരാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ ഞാൻ വെച്ചുകൊള്ളട്ടെ. ഇവിടെ കർത്താവ് യേശു ക്രിസ്തു തിരുവെഴുത്തിൻ പ്രകാരം ക്രൂശിക്കപ്പെട്ടു. 2 കള്ളന്മാരുടെ നടുവിലാണ് യേശു ക്രൂശിക്കപ്പെട്ടത്. അവനെ അതിക്രമക്കാരോടുകൂടെ എണ്ണിയിരിക്കുന്നു എന്ന പ്രവചനവാക്യം പൂർത്തിയാകുന്നതിന് വേണ്ടി അങ്ങനെ സംഭവിച്ചു. യേശു ക്രിസ്തു വളരെ വേഗം മരിച്ചു. യേശു ക്രിസ്തു മരിച്ചു എന്ന വാർത്ത പീലാത്തോസിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ, യേശുവിൻ്റെ ബോഡി ശവശരീരം ചോദിക്കാൻ വേണ്ടി പീലാത്തോസിൻ്റെ അടുക്കൽ എത്തിയപ്പോൾ പീലാത്തോസ് ആശ്ചര്യപ്പെട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അവൻ ഇത്ര ക്ഷണത്തിൽ മരിച്ചുവോ? യേശുവിന് മരിക്കുക എന്നുള്ളതൊരു വിഷമമുള്ള കാര്യമായിരുന്നില്ല. പ്രിയ സഹോദരി സഹോദരന്മാരെ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞല്ലോ, ഞാൻ ദിവസേന മരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളെ മരണത്തിന് ഏൽപ്പിക്കാൻ എത്രത്തോളം പ്രയാസമുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സാധിക്കുന്നുണ്ടെന്ന് നമ്മളെ തന്നെ പരിശോധിക്കുന്നത് നല്ലതാണ്. യേശുവിന് മരിക്കുക എന്നുള്ളത് വളരെ ഒട്ടും പ്രയാസമില്ലാത്ത കാര്യമായിരുന്നു. അപ്പോസ്തലനായ പൗലോസിന് യേശുവിൻ്റെ ജീവൻ തൻ്റെ മർത്യ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശു നിമിത്തം എല്ലായ്പ്പോഴും മരണത്തിന് ഏൽപ്പിക്കുക എന്നുള്ളത് അപ്പോസ്തലനായ പൗലോസിന് പ്രയാസമുള്ള കാര്യമായിരുന്നില്ല. നമ്മളെ സംബന്ധിച്ച് നമ്മളെ തന്നെ വേണ്ടെന്ന് വയ്ക്കാൻ, നമ്മളെ തന്നെ ഡിനേ ചെയ്യാൻ, ക്രൂശെടുക്കുവാൻ, നമ്മളെ തന്നെ മരണത്തിന് ഏൽപ്പിക്കാൻ നാം ഇപ്പോഴും അശ്രാന്ത പരിശ്രമം നടത്തുന്നവരോ അതോ വളരെ വേഗത്തിൽ മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നവരോ എന്ന് നാം സ്വയം ശോധന ചെയ്യുന്നത് നല്ലതാണ്. യേശു ക്രിസ്തു 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു. യേശുവിൻ്റെ അപ്പോസ്തലന്മാർക്ക്, പത്രോസിനും യോഹന്നാനും ഒക്കെ ഇതൊരു വെറും കഥ പോലെ തോന്നി നാം ബൈബിളിൽ എഴുതിയിരിക്കുന്നത്. അവർ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് അവർ കേട്ടു, പക്ഷേ അവർ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതവർക്കൊരു വെറും കഥ പോലെ തോന്നി. യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ആദ്യം ഗ്രഹിച്ചത് യേശുവിന് കാവൽ നിന്ന പടയാളികളാണ്. അവർ സംഭവിച്ചതൊക്കെയും യെരുശലേമിലെ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, അത് അങ്ങനെ നിങ്ങൾ പറയരുത്. ഞങ്ങൾ രാത്രിയിൽ ഉറങ്ങിയപ്പം അവൻ്റെ ശിഷ്യന്മാരും അതിൻ്റെ ബോഡി എടുത്തുകൊണ്ടുപോയി എന്ന് നിങ്ങൾ പറയാവൂ. നിങ്ങൾക്ക് വേണ്ടുവോളം പൈസ ഞങ്ങൾ തരാമെന്ന് പറഞ്ഞാൽ വേണ്ടുവോളം പണം കൊടുത്തു എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. ഇനി അങ്ങനല്ല, പട്ടാളക്കാരൻ രാത്രി കിടന്ന് ഉറങ്ങി, കാവൽ നിൽക്കുന്ന പട്ടാളക്കാരൻ രാത്രി കിടന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം അവൻ്റെ തലയുണ്ടാകത്തില്ല എന്നുള്ള സത്യം പട്ടാളക്കാരൻ അറിയാവുന്നതുകൊണ്ട് അവരെ ധൈര്യപ്പെടുത്താൻ വേണ്ടി ആ മഹാപുരോഹിതന്മാരും യഹൂദന്മാരും മൂപ്പന്മാരും പറഞ്ഞു, അങ്ങനല്ല, ഈ കാര്യം ഹെരോദാവിൻ്റെയോ പീലാത്തോസിൻ്റെയോ ഒക്കെ മുമ്പിലെത്തിയാൽ ഞങ്ങൾ അവരെ നിങ്ങൾക്ക് പ്രയാസം വരുത്താതെ, നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വരുത്താതെ ഞങ്ങൾ കൈകാര്യം ചെയ്തോളാമെന്ന് ഉറപ്പും കൊടുത്തു. യേശു ക്രിസ്തു 3-ാമത്തെ ദിവസം ഉയർത്തെഴുന്നേറ്റു. യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് അത് ആ സമയത്ത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശുവിൻ്റെ കല്ലറ കാണാനല്ല, യേശുവിൻ്റെ ശരീരത്തിൽ സുഗന്ധദ്രവ്യം പൂശാൻ വേണ്ടി ഏകദേശം
മൈലുകൾക്കപ്പുറത്ത് നിന്നോ ഈ മറിയയും യാക്കോബിൻ്റെ അമ്മ മറിയയും, മഗ്ദലക്കാരത്തി മറിയ, യാക്കോബിൻ്റെ അമ്മ മറിയ, യോസേ, വേറൊരു ഭാഗത്ത് എന്നാന്ന് എഴുതിയിരിക്കുന്നു. ഇവർ വന്നത് നമ്മൾ ധരിക്കരുത് വളരെ അടുത്ത് നിന്നാണ്, ഒരിക്കലുമല്ല. ഇവർ വളരെ ദൂരത്തു നിന്നാണ് വരുന്നത്. ഇവരിവിടെ എത്തിയപ്പോൾ പോലും നേരം വെളുത്തിരുന്നില്ല, ഇരുട്ടുള്ളപ്പോഴാണ് അവർ വന്നത്. അപ്പോൾ എത്ര സമയത്തിന് മുമ്പായിരിക്കണം അവരവരുടെ വീട്ടിൽ നിന്ന് ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചത്? ഞാൻ വിചാരിക്കുന്നു നിശ്ചയമായും അവർ ഉറങ്ങാതെ 2 രാത്രികൾ കഴിച്ചിട്ടുണ്ടാവും. ഈ മഗ്ദലക്കാരത്തി മറിയയെക്കുറിച്ച് നമുക്കറിയാം ദൈവവചനത്തിൽ നിന്ന്. യേശു കുഷ്ഠരോഗിയായ ശീമോൻ്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കുന്നു. മറിയ ഒരു വെങ്കൽ ഭരണി പൊട്ടിച്ച് സുഗന്ധ തൈലം യേശുവിനെ പൂശുന്നു. ശിഷ്യന്മാർ പറയുന്നത് ഈ വെറും ചിലവ് എന്തിനാണ്? യേശുവിനെ ഭക്ഷണത്തിന് വിളിച്ചിരുത്തിയ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിൻ്റെ മുമ്പിൽ നിന്ന് യേശുവിനെ ഭക്ഷണത്തിന് ക്ഷണിച്ച ശീമോൻ തൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ നിരൂപിച്ചു: ഇവനെ തൊടുന്ന സ്ത്രീയെക്കുറിച്ചുള്ള ചരിത്രം ഇവൻ അറിയാമായിരുന്നു എങ്കിൽ തന്നെ തൊടുന്നത് ആരെന്നും. യേശു ഇവൻ്റെ മനോഗതം ഗ്രഹിച്ചു. നമ്മുടെ ഹൃദയത്തിൻ്റെ നിരൂപണങ്ങൾ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്ന ഒരുവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്, മറന്നു പോകരുത്. അവൻ ശിമോൻ്റെ ആ ചിന്ത ഗ്രഹിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു: ശിമോനെ, എനിക്ക് നിന്നോടൊന്ന് പറയാനുണ്ട്. എനിക്ക് സ്ത്രീയോടൊന്നും പറയാനില്ല, ഇവിടെ കൂടിയിരിക്കുന്നവരോടൊന്നും പറയാനില്ല, നിന്നോടൊന്ന് പറയാനുണ്ട്. പറഞ്ഞാലും ഒരു 2 കടക്കാരുണ്ടായിരുന്നു. എമൗണ്ടിൽ പറഞ്ഞു, ഇതിലാര് ആ ഇളച്ചു കൊടുത്തവനെ അധികം സ്നേഹിക്കും? ശിമോൻ പറഞ്ഞു, അധികം ഇളച്ചു കിട്ടിയവൻ എന്ന് ഞാൻ നിരൂപിക്കുന്നു. യേശു പറഞ്ഞത് ശരിയാണ്, നീ പറഞ്ഞതിൻ്റെ ഉത്തരം ശരിയാണ്. ഇവൾ പാപിനിയായ സ്ത്രീയായിരുന്നു, എന്നാൽ ഇവൾക്ക് അതെല്ലാം ഞാൻ ഇളച്ചു കൊടുത്തു. അതുകൊണ്ട് ഇവൾ എന്നെ അധികം സ്നേഹിക്കുന്നു. ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് നീ എൻ്റെ കാലിൽ വെള്ളം ഒഴിച്ചില്ല, നീ എന്നെ ചുംബിച്ചില്ല. അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു. പ്രിയ സഹോദരീസഹോദരന്മാരെ, യേശുവിൻ്റെ പുതിയ നിയമത്തിൻ്റെ ആഹ്വാനം ഈ ലോകത്തിലെ നമ്മുടെ ഭൗതിക സാഹചര്യങ്ങൾക്ക് നീക്കം വരുത്താമെന്നല്ല, നമ്മുടെ രോഗം സൗഖ്യമാക്കാം എന്നല്ല. ഇതെല്ലാം ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. യേശുവിൻ്റെ പുതിയ നിയമത്തിൻ്റെ ആഹ്വാനം യേശുവുമായിട്ട് അഭേദ്യമായ ഒരു സ്നേഹ കൂട്ടായ്മയിലേക്കുള്ള ആഹ്വാനമാണ് യേശുവിൻ്റെ വിളി. ആ സ്നേഹ കൂട്ടായ്മയിലേക്ക് ആർക്കും ഏത് സമയത്തും വരാം. ആ സ്നേഹ കൂട്ടായ്മയിൽ ആയിത്തീർന്നില്ലെങ്കിൽ, ഭൗതികമായ ഏതെങ്കിലും കാര്യങ്ങളുടെ സാധ്യതകളാണ് യേശു മുഖാന്തരം ആഗ്രഹിക്കുന്നതെങ്കിൽ, നാം നമ്മെ തന്നെ പരിശോധിക്കുക. ഇവിടെ ശിഷ്യന്മാർക്ക് വെറും കഥ പോലെ തോന്നി. പക്ഷേ നമ്മളവിടെ വായിക്കുന്നു, മറിയ കല്ലറയ്ക്കൽ വെറുതെ നിന്നില്ല, കല്ലറയ്ക്കൽ കരഞ്ഞുകൊണ്ട് നിന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളും നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ കരഞ്ഞിട്ടുള്ളവരാ. ഞാൻ എൻ്റെ ജീവിതത്തിൽ പല പ്രാവശ്യം കരഞ്ഞിട്ടുണ്ട്. അത് ഈ മറിയ കരഞ്ഞ പോലത്തെ ഒരു കരച്ചിലായിരുന്നില്ല ഒരിക്കലും. ഈ മറിയ ചോദിക്കുന്നത്, നീ സ്ത്രീയെ നീ കരയുന്നത്? മറിയയ്ക്ക് മനസ്സിലായില്ല, യേശു ആണെന്ന് മനസ്സിലായില്ല. അവൾ പറയുന്നു, തോട്ടക്കാരൻ നിരൂപിച്ചു. അവളുടെ ആൻസർ, അവളുടെ മറുപടി, എൻ്റെ കർത്താവിനെ കാണുന്നില്ല. പ്രിയ സഹോദരി സഹോദരന്മാരെ, എപ്പോഴെങ്കിലും ഞാൻ എൻ്റെ കർത്താവിനെ കാണുന്നില്ല എന്നുള്ള സത്യം ഗ്രഹിച്ചിട്ട് ഞാൻ എൻ്റെ കർത്താവിനെ കാണുന്നില്ല എന്നോർത്ത് എപ്പോഴെങ്കിലും ദുഃഖിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ഞാൻ പറഞ്ഞൊരു താല്പര്യം, എൻ്റെ ആ സംസാരത്തിൽ യേശുവിനെ ഞാൻ കാണുന്നില്ല. വളരെ കർക്കശമായി, വളരെ ഗൗരവത്തോടെ, മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന പോലെ ഞാൻ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരത്തിൽ എനിക്ക് യേശുവിനെ കാണാൻ കഴിഞ്ഞിട്ടില്ല.
എൻ്റെ ഇടപാടുകളിൽ, എൻ്റെ നോട്ടത്തിൽ, എൻ്റെ ഇടപെടലിൽ ഒന്നിലും പലപ്പോഴും ഞാൻ യേശുവിനെ കാണുന്നില്ല. യേശുവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ സ്വഭാവം എൻ്റെ പെരുമാറ്റത്തിൽ ഞാൻ കാണുന്നില്ലല്ലോ. യേശു സംസാരിച്ച പോലെ സംസാരിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. യേശു നോക്കിയ പോലെ, യേശു ചിന്തിച്ച പോലെ ചിന്തിക്കാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ. യേശുവിൻ്റെ കരുണ എനിക്കില്ലല്ലോ, മനസ്സിലും എനിക്കില്ലല്ലോ, യേശുവിൻ്റെ താഴ്മ എനിക്കില്ലല്ലോ, യേശുവിൻ്റെ സൗമ്യതയില്ലല്ലോ. അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ കാണുന്നില്ല. ഈ ഇല്ലായ്മ ഓർത്തിട്ട് എനിക്ക് ക്രിസ്തുവിൻ്റെ അപ്പോസ്തലൻ പൗലോസ് ഒരിക്കലിങ്ങനെ എഴുതി, ഞങ്ങളോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. പ്രിയ സഹോദരിമാരെ, നമ്മൾ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരായി തീരുന്നില്ല എങ്കിൽ ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ എൻ്റെ കർത്താവിനെ കാണുന്നില്ല, എൻ്റെ ചിന്തകളിൽ കർത്താവിനെ കാണുന്നില്ല. അങ്ങനെയെങ്കിൽ കർത്താവ് പറയുന്നു, അവിടെ പറയും, സ്ത്രീ നീ കരയുന്നത് ആരെ തിരയുന്നു? എൻ്റെ കർത്താവിനെ കാണുന്നില്ല. രണ്ടാമത് യേശു വിളിക്കുന്നത് സ്ത്രീയെ എന്നല്ല, മറിയേ. അവൻ നമ്മെ ഓമന പേർ ചൊല്ലി വിളിക്കുന്നവനാണ്. സ്ത്രീ എന്നുള്ളൊരു പൊതുസംബോധനയാണ്, പുരുഷൻ എന്നുള്ള പൊതുസംബോധനയാണ്. എന്നാൽ യേശു സ്ത്രീയെ എന്ന് വിളിച്ചതിന് ശേഷം വിളിക്കുന്നത് സ്ത്രീയെ എന്നല്ല, മറിയേ. അവൻ തൻ്റെ ആടുകളെ അറിയുന്നു, ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു. മറിയേ എന്ന് വിളിച്ചപ്പോൾ മറിയയ്ക്ക് മനസ്സിലായി, ഇത് തോട്ടക്കാരനൊന്നുമല്ല, ഇതെൻ്റെ അനവധിയായ പാപങ്ങളെ ക്ഷമിച്ചു തന്ന, 3.5 വർഷം എന്നെ ചേർത്ത് പിടിച്ച് നടത്തിയ, തെരുവോരങ്ങളിൽ യഹൂദന്മാരുടെ മധ്യത്തിൽ എന്നെ ആട്ടി ഓടിച്ചപ്പോൾ എൻ്റെ പേരങ്ങനായിരുന്നു, എന്നെ ആ പേര് ചൊല്ലി വിളിക്കുള്ളായിരുന്നു. അങ്ങനെ വന്ന സാഹചര്യത്തിൽ എൻ്റെ അനവധിയായ പാപങ്ങൾ ക്ഷമിച്ച് തൻ്റെ മാറോട് ചേർത്ത് അണച്ച് നടത്തിയ എൻ്റെ ഗുരു ആണ്, എൻ്റെ കർത്താവാണ് എന്നെ വിളിച്ചത്. അവൾക്ക് മനസ്സിലായി. അവൾ, യേശു പറയുന്നു, നീ എന്നെ തൊടരുത്, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോയിട്ടില്ല, ഇതുവരെ കയറി പോയിട്ടില്ല. എനിക്ക് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് ഞാൻ ബൈബിളിൽ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. ക്ഷമിക്കണം, അത് ഞാൻ അങ്ങനെ പറഞ്ഞതിൽ ഞാൻ എന്നെ തന്നെ ഉയർത്താൻ വേണ്ടി പറഞ്ഞതല്ല, ഞാനങ്ങനെ പറഞ്ഞു പോയി. ഞാൻ പല പ്രാവശ്യം പല സമയത്ത് വായിച്ച ഒരു വേദഭാഗം ഞാൻ ഈ അടുത്ത ദിവസം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തെ മതിക്കത്തക്ക രീതിയിൽ ഒരു വാക്യം ഞാൻ കാണാനിടയായി. മർക്കോസിൻ്റെ സുവിശേഷം. ഇതുപോലെ യേശുക്ക് സുഹൃത്തെഴുന്നേറ്റൊരു സംഭവം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. ദൂതന്മാർ പറയുന്നു, നിങ്ങൾ വേഗം ചെന്ന് ശിഷ്യന്മാരോട് പറയണം, അവർക്ക് മുമ്പായി ഞാൻ ഗലീലയ്ക്ക് പോകുന്നത് നിങ്ങൾ പറയാം. എന്നിട്ട് അവിടെ ഒരു വാക്ക് എഴുതിയിരിക്കുന്നു, നിങ്ങൾ പത്രോസിനോടും പറയണം. പത്രോസ് 3 വട്ടം യേശുവിൻ്റെ ക്രൂശീകരണത്തിന് മുമ്പ് യേശുവിനെ തള്ളി പറഞ്ഞവനാണ് പത്രോസ്. എന്നാൽ പത്രോസിനുള്ള സ്നേഹത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന സത്യം പത്രോസ് നീ ഇപ്പോഴും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ പത്രോസിനോടും പറയണം. പ്രിയ സഹോദരന്മാരെ, ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹം നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുന്നതിനനുസരിച്ച് മാറ്റുന്ന സ്നേഹമല്ല ദൈവത്തിൻ്റെ സ്നേഹം. നാം എങ്ങനെ ആയിരുന്നാലും ദൈവത്തിന് നമ്മളുള്ള സ്നേഹത്തിന് ഒരിക്കലും മാറ്റമില്ല. ദൈവം നമ്മളെ സ്നേഹിച്ചത് തൻ്റെ നിത്യമായ സ്നേഹത്താലാണ്. നമ്മുടെ അവസ്ഥകൾക്കനുസരിച്ച് മാറുന്ന സ്നേഹത്താലല്ല സ്നേഹിച്ചത്. അതൊക്കെ മനുഷ്യൻ്റെ സ്നേഹമാണ്. മനുഷ്യൻ്റെ സ്നേഹത്തിന് സ്നേഹം എന്നല്ല പറയുന്നത്. നമ്മൾ സ്നേഹം എന്ന് പറയുന്ന അതിൽ ഇംഗ്ലീഷിൽ 2 വാക്കുണ്ട്. ഒന്ന് ലവ് ആണ്, ഒന്ന് ലൈക്കാണ്. ദൈവത്തിൻ്റെ അത് ലവ് ആണ്, മനുഷ്യൻ്റെ അത് ലൈക്കാണ്. പലപ്പോഴും തമ്മിൽ ഇടകലർത്തി നാം പറയാറുണ്ട്. ഞാൻ പറഞ്ഞൊരു താല്പര്യം, ദൈവം നമ്മളെ സ്നേഹിച്ച സ്നേഹം നിത്യമായ സ്നേഹമാണ്. ഇപ്പോൾ പറയുന്നു,
എൻ്റെ കർത്താവിനെ ഞാൻ കാണുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതെങ്കിലും സാഹചര്യങ്ങളിൽ കർത്താവിനെ കാണാത്തത് പോലെ, കർത്താവിനെ അറിയാത്തത് പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പെരുമാറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ മാനസാന്തരപ്പെടുവാൻ ദൈവം നമ്മൾക്ക് എത്രയോ അവസരങ്ങൾ പിന്നെയും തരുന്നു. ഞാൻ പറഞ്ഞല്ലോ, അധികം ഇളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു. ഇവിടെ നാം കാണുന്ന കാര്യം, നമ്മൾ റോമാലേഖനം ഒരു വാക്യം നമുക്ക് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 35-ാമത്തെ വാക്യത്തിൽ അവിടെ നാം ഇങ്ങനെ റോമർ 8:35 നാം ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആർ? കഷ്ടതയോ? ആരെങ്കിലും ഒന്ന് വായിക്കുമോ? അടുത്തൊരു വാക്ക്, നിന്റെ നിമിത്തം നാം നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, പുതിയ നിയമത്തിൻ്റെ ആഹ്വാനം യേശുവുമായിട്ടുള്ള ഭേദിക്കാൻ കഴിയാത്ത ഒരു സ്നേഹബന്ധത്തിലേക്കുള്ള, സ്നേഹ കൂട്ടായ്മയിലേക്കുള്ള ആഹ്വാനമാണ്. ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് ആർക്കും അത് കഴിയുന്ന കാര്യമല്ല, മനുഷ്യന് കഴിയുന്ന കാര്യമല്ല. എന്നാൽ നമുക്കതിന് കഴിവ് തരാൻ വേണ്ടി ആണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു പോർഷനാണ്, ചെറിയൊരു ഭാഗമാണ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ഉള്ളത് കൊണ്ട് കർത്താവ് സ്നേഹിച്ച പോലെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും. ഈ യോഹന്നാന്റെ സുവിശേഷം വളരെ മറ്റ് സുവിശേഷങ്ങളിൽ നിന്ന്, മറ്റ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന മത്തായി, ലൂക്കോസ് എന്നിവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആവിഷ്കാരമാണ് യോഹന്നാൻ അപ്പോസ്തലൻ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. മറ്റ് സുവിശേഷകന്മാർ യേശുവിൻ്റെ ചരിത്രം തുടങ്ങുന്നത് അത് ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേമിൽ നിന്നും അല്ലെങ്കിൽ മറിയയുടെ ഉദരത്തിൽ നിന്നും ഒക്കെയാണ്. എന്നാൽ യോഹന്നാൻ സുവിശേഷം അങ്ങനെയല്ല. യോഹന്നാൻ സുവിശേഷം എഴുതിയിരിക്കുന്നത് ദാവീദിൻ്റെ പട്ടണമായ ബെത്ലഹേമിൽ യേശു ജനിച്ചതൊന്നുമല്ല. അവിടെ യോഹന്നാൻ പറയുന്നത്, ഒന്നാം അധ്യായം, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം, അനാദി നിത്യത മുതലായ യേശുവിനെ യോഹന്നാൻ പരിചയപ്പെടുത്തുന്നത്. അത് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇവിടെ ഇരിക്കുന്ന പലരും എന്നേക്കാൾ ദൈവവചനം ഗ്രഹിച്ചിട്ടുള്ളവരും അറിവുള്ളവരുമാണ്. എങ്കിലും നമ്മുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ താല്പര്യപ്പെടുന്നു. ഈ യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം നമ്മൾ സശ്രദ്ധം വായിച്ചു നോക്കുക. അവിടെ യോഹന്നാൻ ഈ 20-ാമത്തെ അധ്യായം കൊണ്ട് തൻ്റെ എഴുത്ത് നിർത്താൻ ശ്രമിക്കുകയാണ്. അവിടെ വായിക്കുന്നു, യേശു ചെയ്ത മറ്റ് പല അത്ഭുതങ്ങളുമുണ്ട്, അതെല്ലാം എഴുതിയാൽ ഇപ്പോൾ ആ പുസ്തകങ്ങളിൽ ലോകത്തിൽ തന്നെ തികയത്തില്ല എന്നൊക്കെ 20-ാമത്തെ അധ്യായത്തിൽ താൻ പറയുന്നു. ആ അധ്യായം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം അറിയാം, നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. അതായത് ഈ യോഹന്നാൻ ഈ 20-ാമത്തെ അധ്യായം കൊണ്ട് തൻ്റെ എഴുത്ത് നിർത്താൻ പോവാം. ഞാനിങ്ങനെ എൻ്റെ ഭാവനയെ ഞാനിങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യോഹന്നാൻ അപ്പോസ്തലനോട് ഇങ്ങനെ പറഞ്ഞു കാണും, സ്റ്റോപ്പ്, നോ നിർത്തരുത്, 20 അധ്യായം കൂടെ നിർത്തരുത്, ഒരു അധ്യായം കൂടെ കൂട്ടി എഴുതണം. അതെന്തിനാ? ആ 21-ാമത്തെ അധ്യായം നമ്മൾ കാണുമ്പം അവിടെ പത്രോസിനെ ബലപ്പെടുത്തുകയും സ്ഥിരപ്പെടുത്തുകയും പിന്നെ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന കാര്യമാണ് പ്രധാനമായിട്ടും അവിടെ ഉള്ളത്. എന്ന് മാത്രമല്ല, അതിൻ്റെ അവസാന ഭാഗം ഞാൻ പറഞ്ഞല്ലോ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം 7 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ 7-ാമത്തെ കാര്യം 21-ാമത്തെ അധ്യായത്തിലാണ് എഴുതിയിരിക്കുന്നത്. അവിടെ എഴുതിയിരിക്കുന്നു, നീ ഇവയിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസിനോട് ചോദിക്കുക. തന്നെ 3 വട്ടം തള്ളി പറഞ്ഞവനാ പത്രോസ്. നമ്മുടെ ആ യാതൊരു ചിന്തകളും, ആ യാതൊരു ബോധങ്ങളും പത്രോസിൻ്റെ ഹൃദയത്തിൽ
ഒരു ദൂര ലാഞ്ചന പോലും ഇല്ലാത്ത വണ്ണം യേശു പത്രോസിനെ സമീപിക്കുന്നു. പത്രോസ് അവരെ സമീപിച്ചിട്ട് പറയുന്നു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? ഒന്നുമില്ല കർത്താവേ, ഒന്നുമില്ല കർത്താവേ, നല്ല ഒന്നുമില്ല, ഒന്നും കിട്ടിയില്ല. യേശു വലിയൊരു മീൻപിടുത്തം അവർക്ക് സമ്മാനിച്ചു. എന്നിട്ടാണ് ചോദിക്കുന്നത്, ഇവയിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ? സ്നേഹത്തിൻ്റെ ആഹ്വാനമാണ് പുതിയ നിയമ ആഹ്വാനം. ആ സ്നേഹത്തിൻ്റെ ആഹ്വാനത്തിൽ നിന്ന് മാത്രമേ കർത്താവ് യേശു ക്രിസ്തുവിനെ നമുക്ക് അക്ഷയമായി സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. ആ യേശുവുമായിട്ട് സ്നേഹ കൂട്ടായ്മയിൽ ആയിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ റോമാ ലേഖനത്തിൽ വായിച്ചല്ലോ, ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന സുവിശേഷങ്ങൾ, നിങ്ങൾ ഇങ്ങോട്ട് പോരെ, കഷ്ടത മാറും, ബുദ്ധിമുട്ട് മാറും, ഞെരുക്കങ്ങൾ മാറും, എല്ലാം മാറും, എല്ലാം മാറും എന്നുള്ള സുവിശേഷമാണ് നാം കേൾക്കുന്നത്, അധികം കേൾക്കുന്നത്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് കഷ്ടത മാറും എന്നല്ല. യേശു പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ കഷ്ടങ്ങൾ മാറുമെന്നല്ല അവിടെ അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഈ കഷ്ടതയേക്കാൾ എല്ലാം, ഇതിൻ്റെ എല്ലാം മുകളിൽ നിൽക്കുന്ന ദൈവത്തിൻ്റെ കർത്താവിനോടുള്ള സ്നേഹം. ആ സ്നേഹത്തിൻ്റെ മുൻപിൽ എൻ്റെ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ആപത്തിനോ വാളിനോ ജീവനോ മരണത്തിനോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ ഒന്നും യാതൊരു പ്രസക്തിയുമില്ല. ഇതെല്ലാം ഇങ്ങനെല്ലാം നടന്നു പോകുന്നു, അത് സത്യമാണ്. പക്ഷേ ആ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇങ്ങനെയുള്ള സ്നേഹത്തിൻ്റെ ആഹ്വാനം നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തരുവാൻ, അതിൻ്റെ പൂർത്തിയിലേക്ക്, അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അങ്ങനെ ആ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെടുന്ന ഒരു ക്രിസ്തീയ ജീവിതമാണ് നാം ചെയ്യുന്നതെങ്കിൽ നമ്മളെ ആരും കമ്പല് ചെയ്യണ്ട. നമ്മളെ ആരും ഒരു കാര്യത്തിനും നമ്മളെ ആഹ്വാനം ചെയ്യണ്ട. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് സ്വാഭാവികമായി അത് വന്നുകൊള്ളും. ഇവിടെ നമ്മൾ ഗ്രഹിക്കേണ്ട കാര്യം, ഈ സ്നേഹക്കൂട്ടായ്മയിൽ നിന്ന് നമ്മളെ മാറ്റിക്കളയാൻ ഈ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും എല്ലാ സമയത്തും നമ്മുടെ മുമ്പിൽ വരും. അതെല്ലാം നമ്മളെ ഈ യേശു ക്രിസ്തുവുമായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന തരത്തിൽ ഉള്ള കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുൻപിൽ വരുന്നത്. എന്നാൽ നമ്മൾ ഉത്തമഗീതത്തിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നല്ലോ, ഏറിയ വെള്ളങ്ങൾ പ്രേമത്തെ കെടുത്തുവാൻ പോരാ. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും സ്നേഹത്തെ കെടുത്താൻ അത് പോരാ. ഇത് മാത്രമല്ല, നമ്മൾ പഴയ നിയമത്തിൽ നമ്മൾ യാക്കോബ് എന്ന് പറഞ്ഞ മനുഷ്യനെ കാണുന്നു. യാക്കോബിൻ്റെ ജീവിതത്തിലുണ്ടായ അത്ര കഷ്ടം, അത്ര പ്രയാസങ്ങൾ ഞാൻ വിചാരിക്കും നമ്മൾ ആരും അനുഭവിച്ചിട്ടുണ്ടാകില്ല. യാക്കോബ് അവിടെ പറയുന്നൊരു കാര്യമുണ്ട്. യാക്കോബ് ഓടിപ്പോയി റാഹേലിനെ വിവാഹം കഴിക്കണമെന്ന് താല്പര്യത്തോടെ ആടിനെ തീറ്റാൻ ഏർപ്പെട്ടു. 7 കൊല്ലം ആടിനെ തീറ്റി. അവസാനം റാഹേലിനെ അല്ല, ലേയെ കല്യാണം കഴിക്കേണ്ടി വന്നു. അപ്പോൾ ലാബാൻ പറയുന്നൊരു കാര്യമുണ്ട്, കുഴപ്പമില്ല, നീ ഒരു 7 വർഷം കൂടെ ഇവിടെ ആടിനെ തീറ്റി ജോലി ചെയ്യുവാണെങ്കിൽ റാഹേലിനെ നിനക്ക് കല്യാണം കഴിച്ചു തരാം. അവിടെ നമ്മൾ കാണുന്ന കാര്യം, യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട്, പകലത്തെ വെയിൽ കൊണ്ടും രാത്രിയിലത്തെ ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു. രാത്രി കാട്ടുമൃഗം കടിച്ചു കീറിപ്പോയതിനും പകൽ കളവ് പോയതിനും ഞാൻ ഉത്തരവാദിയായി. എൻ്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി. അവിടെ നമ്മൾ കാണുന്ന കാര്യം, യാക്കോബ് പറയുന്നൊരു കാര്യമുണ്ട്, യാക്കോബിൻ്റെ പ്രസ്താവനയുണ്ട്. എന്നാൽ യാക്കോബിന് ഇതെല്ലാം അല്പകാലമായി തോന്നി. ഈ സംഭവങ്ങളെല്ലാം സത്യമാണ്. എന്നാൽ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒരല്പകാലത്തേക്ക് മാത്രം എന്ന് തോന്നി. എന്താ കാരണം? 7 കൊല്ലം എന്ന് പറഞ്ഞാൽ അല്പകാലമേ ഉള്ളൂ. 24 മണിക്കൂറിൽ ഒരു ദിവസത്തിന് 24 മണിക്കൂറില്ലേ? അത് അല്പസമയമേ ഉള്ളൂ. പൗലോസ് പറയും ഞൊടി നേരമേ ഉള്ളൂ. ഇതാ ഞൊടിക്കാന്ന് പറഞ്ഞു, അത്രയേ ഉള്ളൂ. ഞൊടി നേരം എന്ന് പറഞ്ഞാൽ അത്രയുമേ ഉള്ളൂ. ഇത്രയുമേ ഉള്ളൂ 7 വർഷം, അല്ല
ഒരു മനുഷ്യായുസ് മാത്രമേ ഉള്ളൂ. അത്ര അല്ല. പിന്നെ എന്താ അതിൻ്റെ കാരണം? നിത്യതയുമായി കമ്പയർ ചെയ്യുമ്പോൾ, നിത്യതയുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഇത് ഞൊടി നേരത്തേക്കേ ഉള്ളൂ. ഞാനിങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ട്, ഒരു കഥ കേട്ടിട്ടുണ്ട്. പസഫിക് മഹാസമുദ്രത്തിൽ നിത്യതയെക്കുറിച്ചുള്ള ഒരു ഭാവന ഒരു സൗരം പറഞ്ഞു കേട്ടതാണ്. പസഫിക് മഹാസമുദ്രത്തിൽ മൈലുകൾ നീളമുള്ള വീതിയുള്ള ഒരു പാറയുണ്ട്. ആ പാറയിൽ 1000 വർഷം കൂടുമ്പോൾ ഒരു പക്ഷി പറന്നു വരും. പറന്നു വരുന്നതിൻ്റെ ഉദ്ദേശം, ഈ ഒരു വർഷം കൊണ്ട് അതിൻ്റെ കൊക്ക് ഇങ്ങനെ തേഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പാറയിലെ കൊക്ക് ഇങ്ങനെ ഉരുമ്മി ആ കൊക്ക് മൂർച്ചയുള്ളതാക്കാൻ വേണ്ടിയാണ് വരുന്നത്. 1000 വർഷത്തിലൊരിക്കലേ വരത്തുള്ളൂ. ഇന്ന് വന്നു, കൊക്ക് ഉരുമ്മി ശരിയായിപ്പോയി, ഇനി 1000 കൊല്ലം കഴിയുമ്പോൾ വരും. ആ പക്ഷി ഇങ്ങനെ 1000 വർഷത്തിലൊരിക്കൽ വന്ന് ഈ കൊക്കുരുമി ഈ പാറ തേഞ്ഞു പോകാൻ എത്ര കാലം വേണ്ടി വരുമോ അതിനേക്കാൾ ദൈർഘ്യമേറിയതാണ് നിത്യത. നിത്യതയ്ക്ക് എൻഡ്ലെസ്, അവസാനമില്ല. അപ്പം ആ നിത്യതയുമായി കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ 70 വർഷത്തെയോ 80 വർഷത്തെയോ 40 വർഷത്തെയോ ഒക്കെ ബുദ്ധിമുട്ടുകൾ പൗലോസ് പറഞ്ഞ പോലെ എനിക്കും നമ്മൾക്കും പറയാൻ കഴിയും. ആ നിത്യതയുമായി കമ്പയർ ചെയ്യുമ്പം ഇത് ഞൊടി നേരത്തേക്കേ ഉള്ളൂ. യാക്കോബിനത് അല്പകാലമായി തോന്നാൻ കാരണം റാഹേലിനെ താൻ അത്രയ്ക്ക് സ്നേഹിച്ചു. കർത്താവ് യേശു ക്രിസ്തുവിനെ നാം അക്ഷയമായി സ്നേഹിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏത് കഷ്ടതകളും, ഏതില്ലായ്മകളും, ഏത് ഹൃദയത്തെ നുറുക്കുന്ന ഏത് കാര്യങ്ങളും, നമ്മുടെ പട്ടിണിയാണോ, നമ്മുടെ പ്രയാസങ്ങളാണോ, ഇതിനെല്ലാം അതിജീവിക്കുന്ന, ഇതിനെല്ലാം ഓവർകം ചെയ്യുന്ന ഒരു സ്നേഹം. ഒരു അമ്മ കുഞ്ഞുമായിട്ട് ഒരു കിണറ്റിൻ്റെ കരയിൽ തുണി നനച്ചുകൊണ്ട് നിൽക്കുന്നു. പെട്ടെന്ന് ഈ കുഞ്ഞ്, 2 വയസ്സുള്ള കുഞ്ഞ് പെട്ടെന്ന് കിണറ്റിലേക്ക് വീണു പോകുന്നു. പെട്ടെന്ന് വീണുപോയി. ഞാൻ ധരിക്കുന്നു ഈ കുഞ്ഞ് കിണറിൻ്റെ അടിയിലെത്തുന്നതിന് മുമ്പ് അമ്മ എത്തിക്കാണും. ഒരൊറ്റച്ചാട്ടം ചാടിയിട്ടുണ്ടാവും. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു. ഈ സ്നേഹം ഏലീശ അഭിഷേകം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദൈവപ്രകാരം ഏലിയാവ് നോക്കി 12 കാളയെ പൂട്ടിക്കൊണ്ട് നിൽക്കുന്ന ഏലീശയെ കണ്ടു. അതിൻ്റെ 12ാമത്തെ കൂടെ താൻ തന്നെയായിരുന്നു. ഏലിയാവ് തൻ്റെ പുതപ്പ് ഏലീശയുടെ മേലിട്ടു. ഏലീശയ്ക്ക് ദൈവിക കോളിങ് ഏലീശയ്ക്ക് മനസ്സിലായി, ദൈവ വിളി മനസ്സിലായി. ഏലീശ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ അപ്പനെയും അമ്മയെയും ചുംബിച്ചിട്ട് ഞാൻ മടങ്ങി വരാം. ഏലിയാവ് പറഞ്ഞു, ഓക്കെ പൊക്കൂ. പക്ഷെ ഒരു വാക്ക് ഏലിയാവ് പറഞ്ഞു, നീ പോയി വരിക, ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് നീ ഓർക്കണം. ഞാൻ നിനക്ക് നീ പൊയ്ക്കോ, പോയിട്ട് മടങ്ങിപ്പോരെ. പക്ഷേ ഒരു കാര്യം, ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് നീ ഓർക്കണം. പ്രിയ സഹോദരി സഹോദരന്മാരെ, കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നിട്ട് 2 കള്ളന്മാരുടെ നടുവിൽ എല്ലാവരാലും ത്യജിക്കപ്പെട്ട്, എല്ലാവരാലും നിന്ദിക്കപ്പെട്ട് ഈ ഭൂമിയിൽ ഏറ്റവും നിന്ദ്യമായ മരണമായ ക്രൂശ് മരണം വഹിച്ചു എന്നുള്ള സത്യം ആ ഏലിയാവ് ഏലീശയോട് പറഞ്ഞതുപോലെ നമ്മുടെ അന്തരാത്മാവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദിവസം തോറും നാഴിക തോറും ഞാൻ നിനക്ക് എന്ത് ചെയ്തു എന്ന് നീ ഓർക്കണം എന്നുള്ള ഈ ഓർമ്മപ്പെടുത്തൽ നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ നാം എല്ലാ സമയത്തും യേശുവിൻ്റെ വഴി തിരഞ്ഞെടുക്കുന്നവരായിരിക്കും, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കും. പ്രിയ സഹോദരി സഹോദരന്മാർ, നമ്മുടെ വിളി അതിനു വേണ്ടിയുള്ളതാണ്. നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അതിന് ഈ ലോകത്തിലെ
ഞാൻ വീണ്ടും പറയുന്നു, ഈ ലോകത്തിലെ നമ്മുടെ ജീവിതത്തിൻ്റെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു മുഖാന്തരം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അങ്ങനത്തെ ഒരു കാര്യങ്ങളുമല്ല. ഞാൻ പറയുന്നൊരു താല്പര്യം, നമ്മുടെ ഈ ജീവിതത്തിൽ ഉണ്ണാനും ഉടുക്കാനുമുള്ള ആവശ്യങ്ങളെല്ലാം ഒന്നും ദൈവം എല്ലാം നിഷേധിക്കും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമ്മുടെ പ്രഥമമായ ലക്ഷ്യം കർത്താവ് യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതല്ല എങ്കിൽ നാം നമ്മുടെ വെളിയിൽ നിന്ന് എത്രയോ അകലെയാണെന്നുള്ള സത്യം ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ദൈവം നമ്മളെ വിളിച്ചത് റോമർ 8:28-29 ഒക്കെ നമുക്കറിയാം, ഇവിടേക്ക് എല്ലാവർക്കും അറിയാം. ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ വേണ്ടിയാണ്. ഈ മറിയെപ്പോലെ അവിടെ നിന്ന് അവൾ പറയുന്നു, എൻ്റെ കർത്താവിനെ കാണുന്നില്ല. ഇവള് എത്രയോ വളരെ പ്രയാസത്തോടു കൂടിയായിരിക്കും ഈ സുഗന്ധദ്രവ്യം ഉണ്ടാക്കി കൊണ്ടുപോയത്. എന്നാൽ അത് സംഭവിച്ചില്ല. അപ്പോഴേക്ക് യേശു സുഹൃത്തേറ്റ് കഴിഞ്ഞിരുന്നു. നമ്മളെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട കാര്യങ്ങൾ, ഞാൻ ഭൗതിക കാര്യത്തെക്കുറിച്ച് അല്ല പറയുന്നത്, നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ള അവസരങ്ങൾ ദൈവം നമ്മുടെ മുമ്പിൽ തരും. ആ അവസരം ഏത് കാര്യത്തിനായാലും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ എത്രയോ എല്ലാ ദിവസവും തരും. ഒരുപക്ഷെ നമ്മുടെ സമൂഹ ജീവിതത്തിലായിരിക്കാം, കുടുംബജീവിതത്തിലായിരിക്കാം, സഭാ ജീവിതത്തിലായിരിക്കാം. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള അവസരങ്ങൾ നിശ്ചയമായും നാം വളരെ ശ്രദ്ധാലുക്കളാണെങ്കിൽ എല്ലാ സമയത്തും നമ്മുടെ മുമ്പിൽ വരും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കാനാണ് നമ്മുടെ വിളി. അവൾ പറയുന്നു, എൻ്റെ കർത്താവിനെ കാണുന്നില്ല, അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞാൽ മതി, ഞാൻ എടുത്തുകൊണ്ട് പൊക്കോളാം. നേരം പരിപരാ വിളിക്കുന്നതിന് മുമ്പ് ഒരു സ്ത്രീ വന്നിട്ട് 33.5 വയസ്സുള്ള ഒരു പുരുഷൻ്റെ ശരീരം എടുത്തുകൊണ്ട് പൊയ്ക്കോളാമെന്ന് പറയണമെങ്കിൽ അവളുടെ മനസ്സിൻ്റെ ആ അവസ്ഥ എത്ര വലുതായിരിക്കും. ഞാൻ വിചാരിക്കുന്നില്ല മറ്റാരെങ്കിലും ആണെങ്കിൽ അങ്ങനെ പറയും, ഞാൻ ചിന്തിക്കുന്നില്ല. എന്നാൽ അവൾ കർത്താവ് യേശു ക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവളായിരുന്നു. അതിന് കാരണം മറ്റൊന്നുമല്ല, അനവധിയായ പാപങ്ങൾ യേശു ക്ഷമിച്ചു കൊടുത്തു. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളും യേശുവിനെ സ്നേഹിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന, നമ്മളെ അതിനുവേണ്ടി കമ്പൽ ചെയ്യുന്ന, അതിന് ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്, അതിനുവേണ്ടി നമ്മളെ മുന്നോട്ട് തള്ളുന്ന ആ ശക്തി എന്ന് പറയുന്നത്, ഞാൻ ആരായിരുന്നു, ഇപ്പോൾ ഞാൻ ആരാകുന്നു. ആ മറിയേക്കാളിലും മോശപ്പെട്ടവനായിരുന്നു ഞാൻ. ആ മറിയേക്കാൾ മോശപ്പെട്ടവളായിരുന്നു ഞാൻ. അങ്ങനെയുള്ള എന്നെ ദൈവത്തിൻ്റെ മകനാക്കി കർത്താവ് യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരാൻ വേണ്ടി ദൈവം എന്നെ വിളിച്ചു വേർതിരിച്ചു. അതിനുവേണ്ടി ദൈവം മുഖാന്തരങ്ങളെ എൻ്റെ മുമ്പിൽ ഒരുക്കുന്നു. അതാണ് ദൈവത്തിന് നമ്മളെക്കുറിച്ചിട്ടുള്ള ആത്യന്തികമായ ലക്ഷ്യം. കാളയും കഴുതയും ഒരുമിച്ച് പൂട്ടരുതെന്ന് മോശയുടെ ന്യായപ്രമാണത്തിലുണ്ട്. അതിൻ്റെ കാരണം, കാളയുടെ ലക്ഷ്യമൊന്നും കഴുതയുടെ ലക്ഷ്യം വേറൊന്നുമാണ്. ഇങ്ങനാണെങ്കിൽ ഉഴുകൽ ഒരിക്കലും നടക്കത്തില്ല. നമ്മുടെ ലക്ഷ്യവും ദൈവത്തിൻ്റെ ലക്ഷ്യവും ഒന്നല്ല എങ്കിൽ കാളയും കഴുതയും വെച്ച് ഒരു കലപ്പയ്ക്ക് കെട്ടിവിടുന്ന പോലെ ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ വിചാരങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ കാണുന്നല്ലോ, നിങ്ങളുടെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങളല്ല, നിങ്ങളുടെ നിരൂപണങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ അതെൻ്റെ ചിന്തകളല്ല. ആകാശം ഭൂമിക്ക് ഉയർന്നിരിക്കുന്ന പോലെ നിങ്ങളുടെ വിചാരങ്ങൾ എൻ്റെ വിചാരങ്ങളിലും, നിങ്ങളുടെ ചിന്തകൾ, താല്പര്യങ്ങൾ എൻ്റെ താല്പര്യത്തിനേക്കാൾ ഒത്തിരിയും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് സൗകര്യസാരമായി ഞാൻ പറഞ്ഞൊരു താല്പര്യം, നമ്മുടെ ഹൃദയത്തിൻ്റെ താല്പര്യങ്ങൾ, നിരൂപണങ്ങൾ, ഇച്ഛകൾ എല്ലാം യേശു ക്രിസ്തുവുമായിട്ട് തികഞ്ഞ ഒരു സ്നേഹത്തിലേക്ക്, നിറഞ്ഞ ഒരു സ്നേഹത്തിലേക്ക് നാം ആയിത്തീരണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അതിനുവേണ്ടിയാണ് പ്രഥമമായിട്ട് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നത്. നാം ഈ ലോകത്തിലുള്ള ആത്മാവിൻ്റെ എന്തെങ്കിലുമൊക്കെ കൃപാവരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു ബേസിക്
ഈ അടിസ്ഥാനപരമായ ഈ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയാൽ നിശ്ചയമായി മറ്റ് വരങ്ങൾ കൊണ്ടോ മറ്റ് കാര്യങ്ങൾ കൊണ്ടോ ഒന്നും യാതൊരു പ്രയോജനവുമില്ല എന്ന് ഞാൻ പറഞ്ഞെന്ന് മാത്രം. കർത്താവ് യേശു ക്രിസ്തുവിനെ കർത്താവ് നമ്മളെ സ്നേഹിച്ച പോലെ നിശ്ചയമായി നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നടക്കുവാൻ എന്നെയും നമ്മളെല്ലാവരെയും ദൈവം പ്രാപ്തമാക്കട്ടെ. ഈ വനങ്ങളാ ദൈവം നമ്മളെ സഹായിക്കട്ടെ.